വിവാദം സൃഷ്ടിച്ച മൈസൂർ പാരമ്പര്യ വൈദ്യൻ ഷാബാസ് ഷെരീഫിന്റെ കൊലപാതക കേസിൽ ഈ മാസം അവസാനം വിധി പറയും. മഞ്ചേരി അഡീഷണൽ ജില്ലാ കോടതി 1 ഒരു വർഷത്തോളം നീണ്ട വാദപ്രതിവാദങ്ങൾ കഴിഞ്ഞ ദിവസം പൂർത്തിയായി. മൃതദേഹമോ മൃതദേഹാവശിഷ്ടമോ കണ്ടെത്താൻ കഴിയാത്ത കേസിൽ നിർണായകമാവുക ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളാണ്. ഇത്തരത്തിൽ വിചാരണ പൂർത്തിയാക്കിയ കേരളത്തിലെ അപൂർവം കൊലക്കേസാണ് ഷാബാസ് ഷെരീഫ് കൊലക്കേസ്. 2019 ഓഗസ്റ്റിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത്. മൈസൂർ സ്വദേശി ഷാബാസ് ഷെരീഫിനെ മൂലക്കുരുവിന്റെ ഒറ്റമൂലി രഹസ്യം അറിയാൻ വേണ്ടി നിലമ്പൂർ മുക്കട്ട സ്വദേശി ഷൈബിൻ അഷ്റഫിന്റെ സംഘം തട്ടിക്കൊണ്ടുവന്ന് 1 വർഷത്തിലധികം ഷൈബിന്റെ മുക്കട്ടയിലെ വീട്ടിൽ തടവിൽ പാർപ്പിച്ചെന്നും പിന്നീട് 2020 ഒക്ടോബറിൽ കൊലപ്പെടുത്തി കഷ്ണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നുമാണ് കേസ്. മൃതദേഹം കഷ്ണങ്ങളാക്കി പുഴയിൽ തള്ളിയതിനാൽ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ പോലീസിനായിട്ടില്ല. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പിൻബലവും കേസിന് ലഭിച്ചിട്ടില്ല. കേസിൽ നിർണായകമായിരിക്കുന്നത് ഷാബാസ് ഷെരീഫിന്റെ തലമുടിയുടെ മൈറ്റോകോൺഡ്രിയോ DNA പരിശോധനാ ഫലമാണ്. ഷൈബിൻ അഷ്റഫിന്റെ കാറിൽ നിന്നാണ് ഈ തലമുടി കണ്ടെത്തിയത്. ഇത് ഷാബാസ് ഷെരീഫിന്റെയാണെന്ന് മൈറ്റോകോൺഡ്രിയ DNA പരിശോധനയിൽ തെളിഞ്ഞു. ഈ ശാസ്ത്രീയ പരിശോധനാ ഫലവും മാപ്പുസാക്ഷിയാക്കപ്പെട്ട കേസിലെ 7ാം പ്രതിയായിരുന്ന സുൽത്താൻ ബത്തേരി കൈപ്പഞ്ചേരി തങ്ങളകത്ത് നൌഷാദ് എന്ന മോനുവിന്റെ സാക്ഷിമൊഴികളുമാണ് കേസിൽ നിർണായകമായത്. നൌഷാദ് വെളിപ്പെടുത്തിയപ്പോൾ മാത്രമാണ് ഷാബാസ് ഷെരീഫ് വധം പുറം ലോകം അറിഞ്ഞത്. ഷാബാസ് ഷെരീഫിനെ കെട്ടിയിട്ട ദൃശ്യങ്ങളും നൌഷാദ് പകർത്തിയിരുന്നു. ഇതും കേസിൽ നിർണായകമാണ്. 2024 ഫെബ്രുവരി 15-നായിരുന്നു കേസിന്റെ വിചാരണ തുടങ്ങിയത്. 80 സാക്ഷികളെ കേസിൽ വിസ്തരിച്ചു. സംസ്ഥാനത്ത് മറ്റൊരു കേസിലും ഇല്ലാത്ത രീതിയിൽ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങളും കോടതിക്ക് മുമ്പിൽ നിർണായക തെളിവുകളായി. ഷാബാസ് ഷെരീഫിന്റെ ഭാര്യയും മക്കളും ഷൈബിൻ അഷ്റഫിന്റെ സംഘത്തെ തിരിച്ചറിഞ്ഞിരുന്നു. നൌഷാദ് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി കള്ളം പറയുന്നു എന്ന മറുവാദമാണ് പ്രതിയുടെ അഭിഭാഷകർ കോടതിയിൽ ഉന്നയിച്ചത്. കേസിൽ 15 പ്രതികളാണ്. 7ാം പ്രതിയായ നൌഷാദ് മാപ്പുസാക്ഷിയായി. പിടികിട്ടാനുണ്ടായിരുന്ന 2 പ്രതികളിൽ ഒരാളായ ഫാസിൽ ഗോവയിൽ വെച്ച് മരിച്ചു. മറ്റൊരു പ്രതി ഷമീം ഇപ്പോഴും ഒളിവിലാണ്. ഈ കേസിന്റെ വിചാരണ നടക്കുമ്പോൾ തന്നെ മുൻപ് വിദേശത്ത് നടന്ന 2 കൊലപാതകങ്ങൾ ഷൈബിൻ അഷ്റഫിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു എന്ന പരാതികളിൽ CBI അന്വേഷണം തുടങ്ങിയിരുന്നു. ഈ മാസം 27-നാണ് കേസ് വീണ്ടും കോടതി പരിഗണിക്കുന്നത്. കേസിൽ അന്ന് വിധി ഉണ്ടാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഈ ചാനൽ നിലമ്പൂർ. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.